ഇനി മുതൽ ബാറ്റിൽ ഓഫ് 2 ടീം. അതെങ്ങനെയാണ് അവരിവിടെ അവതരിപ്പിക്കുന്നത്? ഒരേ സമയത്ത് 2 ടീമാണ് ഇവിടെ. ടീം എന്ന് പറഞ്ഞാൽ 2 മെമ്പേഴ്സ്. അതെ, അതായത് നമ്മൾ അറ്റ് എ ടൈം ഒരു സോങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ 2 കണ്ടസ്റ്റൻസ് നിങ്ങളിൽ നിന്ന് വരുന്നു. ആ ഒരേ സോങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 പേരും നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ ഡാൻസ് ചെയ്യുന്നു. അത് മാത്രമല്ല നോൺ സ്റ്റോപ്പ് ആണിത്. അതെ. സോ ഓട്ടോമാറ്റിക്കലി എനർജി എല്ലാം നിങ്ങൾ തന്നെ കരുതണം, നിങ്ങൾ തന്നെ ഹൈഡ്രേറ്റ് ചെയ്യണം, നിങ്ങൾ തന്നെ തിന്ന് എല്ലാം നമ്മളല്ലേ എല്ലാം എനർജി കൺസേർവ് ചെയ്യണത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. സോ ഇനി നമ്മുടെ ലാസ്റ്റ് ലെഗ് ഓഫ് ഷോയിലാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാം ഇപ്പോൾ കുറച്ചും കൂടി മാർക്കിംഗ് കുറച്ചും കൂടി ടൈറ്റനായി. ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്നു ഫസ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്സ് കുറയാണ്, സെക്കൻഡ് അല്ലെ തേർഡ്, പിന്നെ 4-5 എപ്പിസോഡ് കഴിയുമ്പോൾ മാർക്സ് അല്ലാതെ അങ്ങനെ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തു, കുറച്ചുകൂടി ഈസി ആക്കി. നേരെ ലോട്ടറി, നേരെ നമ്മള് ആർക്ക് വീഴണു അവര് പെർഫോം ചെയ്യും. നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ നറുക്കിടുന്നു, നിങ്ങൾ തീരുമാനിക്കുന്നു, അവരാദ്യം പെർഫോം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ എപ്പോഴും ജഡ്ജ് ചെയ്യുമ്പോൾ ആ പെർഫോമൻസ്, ആ സമയം, ആ മൊമെന്റ് മാത്രമേ നോക്കിയിട്ട് ഞാൻ ജഡ്ജ് ചെയ്യുള്ളൂ. ഒരു കമ്പാരിസൺ ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഈ റൗണ്ടിൽ എനിക്ക് കമ്പയർ ചെയ്തേ പറ്റും. അപ്പോ 2 കണ്ടസ്റ്റന്റ്സിന്റെ ഇടയിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോ എനിക്ക് കമ്പയർ ചെയ്തേ പറ്റൂ. നിങ്ങൾ എങ്ങനെ ഇൻഡിവിജ്വലി അതിന് എന്താ പറയാ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ നല്ലൊരു ഡാൻസറാണ് എന്നല്ല, പക്ഷെ നിങ്ങളുടെ സ്റ്റൈല്, നിങ്ങളുടെ ആ കോൺഫിഡൻസ്, നിങ്ങളുടെ കോസ്റ്റ്യൂം, നിങ്ങളുടെ സെലക്ഷൻ ഓഫ് സോങ്, നിങ്ങളുടെ എനർജി, നിങ്ങൾ എങ്ങനെ അത് കാണിക്കുന്നു, എന്റെ പോയിന്റ് ഓഫ് വ്യൂവില് എനിക്ക് എങ്ങനെ അത് കാണുന്നു, നമ്മുടെ പ്രേക്ഷകർ അത് എങ്ങനെ അത് സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് നമ്മുടെ മാർക്കിംഗ് പോയിന്റ് ഓഫ് വ്യൂ. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു റൗണ്ടിനെ കുറിച്ച്, അതായത് കോമ്പറ്റീഷൻ മാത്രമാണ് ഇതിലുള്ളൂ, നിങ്ങളുടെ സൗഹൃദം അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു ഡാൻസ് വാർ എന്നൊക്കെ പറയുന്ന പോലെ പ്യുവറിൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡിൽ നിങ്ങൾ കളിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു റൗണ്ട് നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് സ്പെഷ ചേച്ചി? ആക്ച്വലി ഈ റൗണ്ടിൽ മഹാലക്ഷ്മിയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അയ്യോ, മഹാലക്ഷ്മി. അപ്പം അവളെ മാക്സിമം അവൾ ചെയ്യും. ഞങ്ങൾ അതിനു വേണ്ടി എല്ലാം നല്ല കൊറിയോഗ്രാഫറെ കൊണ്ട് പഠിപ്പിച്ച് മാക്സിമം പ്രാക്ടീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ മത്സരം ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. അതെ. വേറെ ആർക്കാ ഈ ഒരു റൗണ്ട് കേട്ടപ്പോൾ, അതായത് ഡാൻസ് അധികം ചെയ്ത് ശീലമില്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ വന്നോ? ഷീന ചേച്ചി? ഞാൻ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്, കാരണം എനിക്ക് ഡാൻസ് ഇല്ല, അവളാണ് ഡാൻസ് കളിക്കുന്നത്. ഞാൻ അന്നേരം ഈ പ്രാവശ്യം ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട്, നാളെ ഞാൻ നല്ല പട്ടുസാരി എടുത്ത് ഞാൻ ഇവിടെ ഹാപ്പി റിലാക്സ് ആയിട്ടിരിക്കും, എല്ലാവരുടെയും ഡാൻസ് കാണും. ശരി, അപ്പൊ റിലാക്സ് ആയിട്ട് ഇരിക്കുമെങ്കിലും മോൾ ഒരു വാറിന് ഇറങ്ങാണ്, ഒരു യുദ്ധത്തിന് ഇറങ്ങാണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, ടെൻഷൻ ഒന്നും ഇല്ല. കൊറിയോഗ്രാഫർ ഒന്നും ഇല്ല, തന്നെ പഠിച്ചു. നമ്മുടെ ഓപ്പോസിറ്റ് മിത്രങ്ങളല്ല, ശത്രുക്കളാണ്, വെട്ടി വീഴ്ത്തണം. എനിക്ക് ശത്രു എന്നല്ല, മിത്രം തന്നെയാ എപ്പോഴും. അതെ. അപ്പൊ എന്തായാലും എന്തിനും തയ്യാറായിട്ട് മനക്കരുത്തോടുകൂടി ഇരിക്കുകയാണ് അല്ലേ? ഈ പയ്യനെ നമ്മൾ എന്തിനാണ് ഇവിടെ കയറ്റി വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹു ആർ യു? അതെ, ഓൾവേസ് കമ്മിങ്. സ്ത്രീകളുടെ ഇടയിൽ താങ്കൾ ആരാണ്? സ്വാസിക സന്ധ്യയാണ്. ഞാൻ പറയാൻ വിചാരിക്കുന്നത്, ഇവിടെ ഈ ഒരു സൂപ്പർ അമ്മയും മകളിൽ ഞാൻ കയറിയതിനു ശേഷം ഞാൻ ബാക്ക് ടു കോളേജ് ഡേയ്സ് ആണ്. ഈ 9th പഠിക്കുന്ന മോളുണ്ട്, പക്ഷെ ഞാനിപ്പോ നമ്മൾ കോളേജ് ലൈഫിലാണ് ഇതേപോലെ ഭയങ്കര സ്പിരിറ്റ് ആയിട്ട് ഇങ്ങനെ സോളോ ഡാൻസ് കോമ്പറ്റീഷൻ, ഈ ബാറ്റിൽ റൗണ്ട് അവിടെ ചെയ്തത്. നമ്മൾ കുറച്ച് ഈ സ്കൂളും കോളേജ് കഴിഞ്ഞാലേ നമ്മൾ മറന്നുപോകും, നമ്മൾ ഈ പോർഷൻ യൂസ് ചെയ്യാൻ മറന്നുപോകും. അപ്പൊ നിങ്ങളിപ്പോ വന്നുകൊണ്ട് ഇവിടെ കുറെ ആ തുറുമ്പുകളെല്ലാം മാറ്റി ബ്രഷിങ്, കുട്ടികളുടെ കാരണങ്ങളിലും നിങ്ങൾക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് വരുന്നുണ്ട്. അത് നല്ലതാണ്. ലൈഫിൽ നമുക്ക് എപ്പോഴും ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയാ. ഏത് ഏജിലാണെങ്കിലും ജയിക്കോ തോക്കോ അല്ല, പക്ഷെ കോമ്പറ്റീഷൻ ഷുഡ് ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അല്ലാതെ നമ്മൾ ചില ആൾക്കാർ മൗണ്ടനിയറിംഗിൽ പോവും, ചില ആൾക്കാർ ട്രെക്കിങ്ങിന് പോവും, ചില ആൾക്കാർ ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് എക്സ്കർഷനിൽ പോവും. അതൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓൺലി ബിക്കോസ് അത് നമ്മളുടെ ഗ്രേ മാറ്റേഴ്സ് എപ്പോഴും ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആ യാത്ര നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്. ഒരു ഉഷാറിലൊരു പറ. യെസ്.